നമ്മുടെ മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് നിൽക്കുന്ന ഒരു നോവലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്ന് പറയുന്നത്. സംഭാഷണ ഭാഷയിൽ എഴുതിയതും അതുപോലെ തന്നെ അസാധാരണമായ നർമ്മം കലർത്തിയതുമായ ഒരു നോവൽ, ഇത്രത്തോളം മികച്ചൊരു നോവൽ പിന്നീട് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും സംശയം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ അത് അരങ്ങിൽ എത്തിയപ്പോൾ ഒറ്റക്കണ്ണൻ പോക്കറിനെ കാണാൻ കോഴിക്കോട് ഒത്തുകൂടിയത് നിരവധി നാടകപ്രേമികളാണ് എന്നുള്ളതാണ്. ബാപ്പയുടെ എഴുത്ത് നാടകമായപ്പോൾ അത് കാണാൻ ബഷീറിൻ്റെ മക്കളും എത്തിയിരുന്നു. KPCCയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സാണ് ഈ നാടകം അവതരിപ്പിച്ചത്. കോഴിക്കോടിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കൃതി മുച്ചീട്ട് കളിക്കാരന്റെ മകൾ അരങ്ങിലും തകർത്താടി. സാഹിത്യ നഗരമായ കോഴിക്കോടിന്റെ മണ്ണിൽ മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറിന്റെ മകൾ സൈനബയും പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയും തമ്മിലുള്ള പ്രണയം കാണാൻ നാടകപ്രേമികളുടെ തിരക്കായിരുന്നു. ഒറ്റക്കണ്ണൻ പോക്കറിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകളുടെ കല്യാണം. 19 വയസ്സുള്ള നാട്ടിലെ സുന്ദരികളിൽ പ്രധാനിയായ സൈനബയ്ക്ക് നിരവധി കല്യാണാലോചനകളും വന്നു. ആ സമയത്താണ് പോക്കറിന്റെ ഭാഷയിൽ മണ്ടനായ എന്നാൽ വെളുത്ത പല്ലുകൾ കാട്ടി ഉറക്കെ ചിരിക്കുന്ന മുത്തപ്പായും സൈനബയും പ്രണയത്തിലാകുന്നത്. ഒറ്റക്കണ്ണൻ പോക്കറുടെ 1 രൂപ ശിഷ്യനാണ് മണ്ടൻ മുത്തപ്പ. മുച്ചീട്ട് കളി പഠിക്കണമെന്ന ആഗ്രഹത്തോടെ മുത്തപ്പ എത്തിപ്പെട്ടത് പോക്കറിന്റെ അടുത്തേക്കാണ്. എന്നാൽ പോക്കർ അവനെ 1 രൂപ ദക്ഷിണയിൽ ബീഡി വലിക്കാനാണ് പഠിപ്പിച്ചത്. പറയാതെ പറഞ്ഞ സൈനബയുടെയും മുത്തപ്പയുടെയും പ്രണയം ഏറെ മനോഹരമായാണ് സാഹിതി തിയേറ്റേഴ്സ് അരങ്ങിലെത്തിച്ചത്. ബാപ്പയുടെ പുസ്തകങ്ങൾ ഏറെ വായിച്ചിട്ടുണ്ട്. വായിച്ച പുസ്തകങ്ങൾ നാടകങ്ങളായി അരങ്ങിലേക്കെത്തുമ്പോൾ അത് കാണാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ലെന്ന് ബഷീറിന്റെ മകൻ അൻസിർ ബഷീർ പറഞ്ഞു. ഉപ്പയുടെ പുസ്തകങ്ങൾക്ക് പ്രധാന പ്രത്യേകത അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി, ഒരു ഗ്രാമീണ ഭംഗിയും വിഷ്വൽ ഭംഗിയും വളരെ കൂടുതലുണ്ട്. അപ്പോൾ അത് സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് നാടകമാക്കുമ്പോൾ അതിനൊരു ജീവനുണ്ട്. ജീവനുള്ള കഥാപാത്രങ്ങളാണ് മുന്നിൽ വരുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ നമുക്കത് അപ്രവാളിയുള്ള ജീവനില്ലാത്ത കഥാപാത്രം. ഇത് ജീവനുള്ള കഥാപാത്രം ബഷീറിൻ്റെ കഥ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത, അതിനൊരു ഭംഗിയും വേർത്തനുണ്ട്. KPSC നാടകത്തിലൊക്കെ നന്നായിട്ടത് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹിതി തിയേറ്റേഴ്സും അതുപോലെ തന്നെ വളർന്നു വരുന്നൊരു സംഘടനയാണ് സാഹിതി തിയേറ്റേഴ്സും. അപ്പോൾ ഞങ്ങൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അത് കാണാൻ ആകാംക്ഷയോടെ നേരത്തെ വന്നിരിക്കുകയാണ്. നാടക കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ടാണ് KPCCയുടെ നാടക സമിതികളെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം CR മഹേഷ് MLA ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം മഹേഷ് MLA കൃത്യമായി ചെയ്തപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സാഹിതി തിയേറ്റേഴ്സ് വീണ്ടും അരങ്ങിലെത്തിയത് കോഴിക്കോടിന്റെ സുൽത്താന്റെ കഥയുമായാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.